मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നന്ദു, ഞാൻ വന്നു നിന്റെ മുമ്പ്. പേടിക്കല്ലേ. ഞങ്ങൾ എന്തിനു പേടിക്കണം? എന്തെന്ന് വെച്ചാ ഡോക്ടർ ബാലു അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഈ ലോകം മുഴുവനും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, മനസ്സിലായോ? നിങ്ങളെ ചികിത്സിക്കാനല്ലേ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ നോക്ക്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും വളരെ ആക്റ്റീവ് ആണ്. ഞങ്ങൾ എല്ലാരും വളരെ ഹാപ്പിയാണ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു രോഗമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വരില്ല. ഓ, മാഡമല്ലേ ഇന്നലെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് നാളെ തന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാന്ന്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്റെ ദൈവമേ, സമയം ശരിയില്ലെങ്കിൽ അത് നമ്മളെ വെറുതെ വിടില്ല. എന്തായാലും നമ്മളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിരിക്കുക, മനസ്സിലായോ? വരൂ കുട്ടികളെ, നമുക്കിന്ന് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാം. Amusement park ഓ? വെളുത്ത് കാണുന്നേക്ക പിശാശുമല്ല, കള്ളം പറയാത്ത തള്ളയും ഇല്ല. നമുക്ക് വയറുവേദനയാണെന്ന് പറയാം. എടാ മരമണ്ട, അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. മാഡം, നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാൻ ലേറ്റ് ആകുന്നില്ലേ? ഇല്ലെന്നേ, എനിക്ക് ഇന്ന് ഓഫീസ് ലീവ് അല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളെയും കൊണ്ട് പുറത്തു പോവാന്ന് വെച്ചേ. അതിനെവിടെയാ സമയം? ഇന്ന് വീട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതല്ലേ? അതെ മാഡം, സമയത്തിന് എന്തായാലും നമ്മൾ പാഴാക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോ വീടിനകത്ത് പോകണം, മനസ്സിലായോ? ഓ, അതൊക്കെ ഞാൻ നാളെ ചെയ്തോളാന്നേ. വരൂ. മാഡം, നമുക്ക് വീട്ടിൽ തന്നെ ചില്ല് ചെയ്യാലോ. അതൊക്കെ ദിവസവും ചെയ്യുന്നതല്ലേ. ഇന്ന് നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നു, പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നു. വരൂ വരൂ, വാ പിള്ളേരെ. ഹണി, നീ എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വാശി പിടിക്കാറില്ലേ? വരൂ, വന്ന് ഫ്രണ്ടിലിരിക്ക്. വേണ്ട മാഡം, ഞാൻ മുന്നിൽ വന്നാ ഞാനായിരിക്കും ആദ്യം പോകേണ്ടി വരിക. എന്നുവെച്ചാ അവനൊരു മണ്ടനാണ് മാഡം. ഇങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നീ വലിയ ഇന്റലിജന്റ് ആണോ? എന്നാ നീ പോയി മുന്നിലിരിക്കേ. നീ പറഞ്ഞതല്ലേ നിന്റെ ചെവിയിൽ വേദന ഉണ്ടെന്ന്. ആദ്യം നിന്റെ കാതാണ് ശരിയാക്കേണ്ടത്. എനി ഡൗട്ട്? ഇഞ്ചക്ഷൻ റെഡിയായി കേട്ടോ. ബനി, ഇങ്ങ് വാ. നിന്റെ ഇയർ കാസിൽ എടുത്തോണ്ട് വാ. ഇവന്റെ ചെവി ഒന്ന് ക്ലീൻ ആക്കേണ്ടിയുണ്ട്. ആദ്യം ഇവന്റെ കാതിന്റെ ഗേറ്റിനെ ഇന്ത്യ ഗേറ്റ് ആയിട്ട് മാറ്റണം. നന്ദു, അകത്ത് ചെന്ന് നോക്ക്. അകത്ത് എന്തെങ്കിലും അഴുക്ക് ബാക്കിയുണ്ടോന്ന്. ആലോചിച്ച് നോക്ക്, പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഹലോ ബണ്ണി, ഹലോ ബണ്ണി. ഓ എൻജി, നിന്നെ കാണാൻ കൊള്ളൂല. ഇനി ഞാൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് വരില്ല. കിട്ടി കിട്ടി. മതി, എങ്ങനെയാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നിനക്കും നിന്റെ കൊക്കിന് പ്രശ്നമില്ലേ? അതിനും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാലോ. ഇഞ്ചക്ഷൻ റെഡിയായി കേട്ടോ. അഴക് കൂടുമ്പോ സെൻസിറ്റിവിറ്റിയും കൂടുതലാകും കേട്ടോ. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അത് കൂടുതലായിട്ട് അറിയും നിനക്ക്. അയ്യോ കഷ്ടം.
നിനക്ക് എന്താ കോൾഡ് പിടിച്ചോ? അതെ മാഡം, അതെ. 3-4 ദിവസമായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുക. ഓ, അല്ല, മനസ്സിലായോന്ന്? ഈ ശബ്ദത്തിന് അർത്ഥം മനസ്സിലായോ? നിന്റെ മൂക്കിന് ട്രീറ്റ്മെന്റ് ചെയ്യും. വലിയ വടി എടുത്തിട്ട് നിന്റെ മൂക്കിൽ കുത്തി ക്ലീൻ ചെയ്യും. ഇഞ്ചക്ഷൻ റെഡിയായി. അയ്യോ വേണ്ട. Yes, yes, yes. ഇങ്ങി വാ. ട്രീറ്റ്മെന്റ് കമ്മിറ്റ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലേ പിന്നെ അസുഖം കൊണ്ട് കഷ്ടപ്പെടേണ്ടി ഇരിക്കും. മനസ്സിലായോ? അതെ, ഒന്ന് നിർത്തുന്നുണ്ടോ? അകത്തുനിന്ന് തലച്ചോറ് വലിച്ചെടുക്കുന്ന തോന്നുന്നത്. ദേ നോക്ക്, ഡോക്ടർ ഞാനാണോ അല്ല നീയാണോ? ഈ ട്രീറ്റ്മെന്റ് കിറ്റ് വെച്ച് അസുഖത്തിന് പമ്പ കടപ്പിക്കുക. ഇത് കണ്ടോ, മൂക്ക് ക്ലിയർ ആയി. അതിനുശേഷം നിന്റെ മൂക്ക് പണ്ടുള്ളതിനേക്കാളും വളരെ ക്ലിയർ ആയിരിക്കും. എനിക്ക് വാസനയൊന്നും അറിയുന്നില്ല. നിന്റെ മൂക്കിൽ തോലല്ലാതെ ബാക്കി വേറെ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോ നിനക്ക് ഒരു വാസനയും ഒരു നാറ്റവും അറിയാൻ പറ്റില്ല. ബണി, ഇതിനൊക്കെ കാരണക്കാരൻ നീയാ. അയ്യോ അമ്മേ, എന്റെ വയറ്. ഹണി, നിനക്ക് എന്താ വയറ് വേദനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് വേദനയൊന്നുമില്ല. എടാ ഹണി, നീ എന്താടാ മാഡത്തോട് പറയാത്തത്? വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഓ ഹണി, വേദന സഹിക്കുന്നത് എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ. ഹണി, വേദന സഹിക്കുന്നത് തെറ്റായ കാര്യമാണ്. മനസ്സിലായോ? എനിക്ക് ഗ്യാസ് റിലീസ് ആകാൻ പോകുന്നു. അത് പോയി. ഇപ്പൊ എല്ലാം ഓക്കെ ആയി മാഡം. ഓ, എന്താ മനസ്സിലായോ? ആ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലായോന്ന്? ഈ സൗണ്ടിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നാണ്. ഡോക്ടർ ബാലു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനി ഡൗട്ട്? ഇഞ്ചക്ഷൻ റെഡിയായി. ഇങ്ങി വാ. വാ തുറക്ക്. നാക്കിലും പല്ലിലൊക്കെ മൊത്തം അഴുക്കാണ്. ഇത് ശരീരോടോ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റോ? വയറ് മുഴുവനും ഗ്യാസ് അടച്ചു വെച്ചിരിക്കുന്നു. നന്ദു, ഇങ്ങി വാ. എനിക്ക് വിഷം തന്നു, എന്നെ വിഷം കുടിപ്പിച്ചു. മോനേക്ക് വാ. ഇത് പോയിസൺ അല്ല, ഗ്യാസിനുള്ള മെഡിസിൻ ആണ്. നിന്റെ വയറ്റിലുള്ള ഗ്യാസ് ഇത് റിലീസ് ചെയ്ത് നിന്നെ ഗ്യാസ് ഫ്രീ ആക്കി തരും. ബണ്ണി, നീ എന്റെ അനിയനല്ലടാ, നീ എനിക്ക് പണി തരുന്നവനാടാ. അവന്റെ അനിയനോ അല്ലെങ്കിൽ കയ്യില്ലാത്ത ബനിയനോ? നമ്മളുടെ ഇപ്പോഴത്തെ ശത്രു അവൻ മാത്രമാണ്. എനി ഡൗട്ട്? ആ, ഇത് നോക്ക് കുട്ടികളെ, നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ഡോക്ടർ ബാലുവിനെ കണ്ടിട്ട് വേണം പോവാൻ. ഓക്കേ, വരൂ. വെൽക്കം. എന്റെ വാക്കുകളെ പൂമാലയാക്കി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മളെ വെൽക്കം ചെയ്യല്ല, ഹെട്ടിന്റെ പണി തരാൻ വിളിക്കുക.
ഹൈ, അവര് വാതിലും അടച്ചല്ലോ. വേട്ടയാടാൻ പോകുന്നവൻ തന്റെ വേട്ടയെ നഷ്ടപ്പെടാൻ വിടില്ല. എനി ഡൗട്ട്? മാഡം എനിക്ക് ചെക്കപ്പും ചെയ്യണ്ട ട്രീറ്റ്മെന്റും ചെയ്യണ്ട പ്ലീസ്. ഓ നീ ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് 2 മിനിറ്റിന്റെ കാര്യല്ലേ ഉള്ളൂ. ഞങ്ങള് വളരെ ഫിറ്റ് ആൻഡ് ഫൈൻ ആണ് മാഡം. ഇങ്ങ് വരൂ. ശരീരം മാത്രം ബലൂണിനെ പോലെ വീർത്ത് വെച്ചിരുന്ന പോരാ, ബോഡി ഫിറ്റ്നസും വേണം, അകത്തും ഫിറ്റ്നസ് വേണം. മിസ് കാസ്കഡോഗ് നിങ്ങളുടെ നല്ലതിനല്ലേ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ റെഡിയായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ 2 മിനിറ്റിന്റെ കാര്യമുള്ളൂ. 2 മിനിറ്റ് ഈ മെഡിസിൻ തരാൻ വേണ്ടിയായിരുന്നില്ലേ? അപ്പൊ ഈ നന്ദു വിചിത്ര ജന്തു എന്തിനാ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുന്നേ? ഇത് അടുത്ത പേഷ്യന്റിനുള്ളതാ. ഓ എടോ നീ ഒന്ന് പോടോ. ഇഞ്ചക്ഷന് കാണിച്ച് ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞങ്ങൾ പോയതിനു ശേഷം ഇതൊക്കെ ചെയ്തൂടെ? ഞങ്ങൾ എത്ര പേടിച്ചു എന്നറിയോ നിനക്ക്? ഇങ്ങ് വാ. ഡോക്ടറെ അടുത്ത് പോകാൻ പേടിച്ചാലേ അസുഖമെന്നുള്ള ചെടി വലിയ മരമായി വളർന്ന് നിന്റെ ശരീരം മുഴുവനും പടർന്ന് വളരാൻ തുടങ്ങും. പിന്നെ നീ ഒരിക്കലും വളരൂല. അതുകൊണ്ട് ഏർലി ചെക്കപ്പ് ചെയ്ത് ഫിറ്റ് ആയിരിക്കൂ. ആ ശരിയാ, വളരെ ശരിയാ. അടുത്ത മാസം നിങ്ങൾ തന്നെ വരണം, മനസ്സിലായോ? അപ്പോഴും ഈ മധുരമുള്ള മെഡിസിൻ തരുമോ? അല്ല, അടുത്ത പ്രാവശ്യം ആന്റിസെപ്റ്റിക് തരുന്നതായിരിക്കും. ബൈ ഡോക്ടർ. ഈ പിള്ളേരെ എവിടേക്കാ പോകുന്നേ? അമേസ്മെന്റ് പാർക്ക് പോകേണ്ടതല്ലേ?